എല്ലാവർക്കും നമസ്കാരം. സിനി ശെൽവരാജാണ്. പ്രസംഗം എന്ന് പറയുന്നത് ഒരു കലയാണ്. നിരന്തരമായ പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കല. പക്ഷേ അതിൻ്റെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കതെങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നറിയാൻ പറ്റുള്ളൂ. അതായത് ഒരു പ്രസംഗം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കുള്ള ആദ്യത്തെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് സഭാകമ്പം, സ്റ്റേജ് ഫിയർ. അടുത്തത് നമുക്ക് ആശയസമ്പന്നത കൈവരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നല്ലവണ്ണം ആശയസമ്പന്നത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യക്ഷമമായിട്ട് ആ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ മികച്ച രീതിയിൽ അവതരണം പഠിക്കണം. അപ്പോൾ ഈ സഭാകമ്പവും മാറ്റി ആശയ സമ്പന്നത വരുത്തി മികച്ച രീതിയിൽ എങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കുമുള്ള പ്രസംഗ പരിശീലനം എന്ന് പറയുന്നത്. ഒരു പരിപാടിയുടെ അജണ്ടയിൽ സ്വാഗതം മുതൽ നന്ദി വരെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം ലഭിക്കുമ്പോൾ എങ്ങനെ സ്വാഗതം പറയണം, എങ്ങനെ അധ്യക്ഷപദം അലങ്കരിക്കണം, എങ്ങനെ ഒരു നല്ല ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം, എങ്ങനെ മുഖ്യപ്രഭാഷകൻ ആകാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഒരു പരിപാടിക്ക് നന്ദി പറയാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഒരു കൃത്യമായ പ്ലാനിങ്ങിലൂടെ പഠിച്ചു പോയാൽ വളരെ മനോഹരമായിട്ട് ഒരു വേദിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ സൂര്യ കോംപ്ലക്സിൽ വോയിസ് മാസ്റ്ററി എന്ന എൻ്റെ പ്രസംഗ പരിശീലന ക്ലാസ് ആരംഭിച്ചു. ധാരാളം പേര് ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് കാലത്തെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയങ്ങളിൽ കുട്ടികൾക്കും വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും നിങ്ങളുടേതായ സമയങ്ങളിൽ വന്ന് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ പാകത്തിനാണ് ക്ലാസ്സുകൾ ഒരുക്കിയിട്ടുള്ളത്. വടക്കേ നടയിലെ സൂര്യ കോംപ്ലക്സിൽ 2nd ഫ്ലോറിലാണ് വോയിസ് മാസ്റ്ററി ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഒരു മികച്ച പ്രാസംഗികനോ പ്രാസംഗികയോ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും വോയിസ് മാസ്റ്ററിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം മുതൽ നന്ദി വരെ എന്ന എൻ്റെ പ്രസംഗ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും 100% ഞാൻ ഉറപ്പു തരുന്നത് നിങ്ങൾക്കൊരു വേദിയിൽ കയറി സഭാകമ്പമില്ലാതെ സംസാരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ.